പാകിസ്ഥാൻ ടൂറിൽ നമ്മൾ 6ാമത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തത് ബുക്കാറയിലാണ്. ബുക്കാറയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ട കാഴ്ചകളുടെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കാണുന്നത്. സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു പാലസ് കാണാൻ കേട്ടോ. പഴയൊരു പാലസ്, സിത്തോറി മുഗി ഗോസ എന്ന് പറയുന്ന ഒരു പാലസ്. അത് പല രീതിയിൽ ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വേറെ രീതി, പിന്നെ ഉസ്ബെക്കിൽ പറയുമ്പോൾ വേറെ രീതി, അങ്ങനെയാണ്. ഈ കാണുന്നതാണ് ഈ ഒരു പാലസിൻ്റെ മെയിൻ ഒരു എൻട്രൻസ്. അതേപോലെ തന്നെ ഈ ഒരു പാലസ് ഇവിടെ പണിതതിനെ കുറിച്ച് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബുക്കാറയിലെ അമീർ നസറുല്ല ഖാൻ തനിക്കായി ഒരു പുതിയ വേനൽക്കാല വസതി നിർമ്മിക്കാൻ തീരുമാനിച്ചു. വേനൽ ചൂട് അതിജീവിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കാൻ ആർക്കിടെക്റ്റുകൾ പുരാതനമായ ഒരു രീതിയാണ് തിരഞ്ഞെടുത്തത്. തുണിയിൽ പൊതിഞ്ഞ ആട്ടിറച്ചി കൊട്ടാരം നിർമ്മിക്കാൻ സാധ്യതയുള്ള പല പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടു. മാംസം അവസാനമായി കേടായ ഒരു സ്ഥലത്താണ് ബുക്കാറയിലെ ആ കൊട്ടാരം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിർഭാഗ്യവശാൽ ആ പഴയ കൊട്ടാരം ഇന്ന് നിലനിൽക്കുന്നില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം ബുക്കാറയിലെ മറ്റൊരു അമീർ സയ്യിദ് മുഹമ്മദ് അലി ഖാൻ അവിടെ ഒരു പുതിയ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അല്ലോ, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസിലൂടെ നമുക്കിങ്ങനെ പോയി നോക്കാൻ എന്തായാലും. വർഷങ്ങളോളം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ അഭൂതപൂർവമായ സൗന്ദര്യത്തിന്റെ ഒരു കൊട്ടാരമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. അമീർ തന്റെ ഭാര്യയായ സിത്തോറയ്ക്കാണ് ഈ കൊട്ടാരം സമർപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ എഞ്ചിനീയർമാരായ മാർഗുലിസ് സക്കേറിച്ച് എന്നിവർക്കൊപ്പം റഷ്യയിൽ പരിശീലനം നേടിയ ബുക്കാറയിലെ വാസ്തുശില്പികൾക്ക് അവരുടെ സൃഷ്ടിയിൽ ഓറിയന്റൽ പാശ്ചാത്യ ശൈലികൾ സംയോജിപ്പിക്കാൻ സാധിച്ചു. അമീറിന്റെ ഭാര്യയുടെ മരണശേഷം ഭാര്യയുടെ ഓർമ്മയ്ക്കായി ചന്ദ്രനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ കൊട്ടാരം എന്ന് അർത്ഥമാക്കുന്ന സിത്തോറ മുഗി ഗോസ എന്ന പേരിലാണ് ഈ കൊട്ടാരം ഇന്നും അറിയപ്പെടുന്നത്. പ്രശസ്ത ശില്പിയായ ഉസ്തോ ഷിറിൻ മുറഡോവിന്റെ ഒരു മാസ്റ്റർ പീസാണ് ഇവിടുത്തെ വൈറ്റ് ഹാൾ. കണ്ണാടികളാൽ അലങ്കരിച്ച സങ്കീർണമായ ഡിസൈനുകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഈ ഒരു കൊട്ടാരം 1927 ബുക്കാറ എമിറേറ്റ്സിന്റെ പതനത്തിന് ശേഷം ഇന്ന് ഈ കൊട്ടാരം ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. പത്തൊമ്പത് 20 നൂറ്റാണ്ടുകളിൽ ചൈനയിൽ നിന്നും അതേപോലെ ജപ്പാനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത കണ്ണാടികൾ കൊണ്ടും അതേപോലെയുള്ള ഈ കരകൗശല വസ്തുക്കൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്ന അവിടെയുള്ള ഓരോ റൂമുകളും ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട നല്ലൊരു സ്ഥലമാണ് ഈ ഒരു പാലസ്.
പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും അതുപോലെയുള്ള രാജ്ഞികളും ഉപയോഗിച്ചിരുന്ന അവരുടെ ആ ഒരു രാജകീയ ഡ്രസ്സുകളാണ് ഇവിടെ ഒരു ഡിസ്പ്ലേ വെച്ചേക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഭയങ്കര രസമാണ് കേട്ടോ. ഓരോ റൂമുകളും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ പാലസാണ് കേട്ടോ. ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് മിററൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഡെക്കറേഷൻ ചെയ്തേക്കണം ഒരു നല്ലൊരു പാലസാണ് കേട്ടോ. ഇതിൻ്റെ ഈ പ്രദേശങ്ങളിൽ തന്നെ ഒരുപാട് മരങ്ങളും ഇതൊക്കെ ആയി മരങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ഈ ഒരു പാലസ് വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ മയിലുകൾ ഉണ്ട്, മയിലുകളൊക്കെ വളർത്തുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അത്. കുറേ മയിലുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, കുറേ ഇങ്ങനെ കാണുന്നുണ്ട്. ഫുള്ള് മരങ്ങളാണ് കേട്ടോ. നമുക്ക് വൈകിട്ട് 5 മണി നേരത്തെ വന്നിട്ടോ. അപ്പോൾ വരുമ്പോൾ അധികം ചൂടും ഇതൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ. നോക്കി, ഈ ഒരുപാട് പീലിയുള്ളൊരു വലിയൊരു മയിൽ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ടോ. നോക്കി, ഇങ്ങനെ മയിൽപ്പീലൊക്കെ ചൂടി കാണാം അല്ലേ. മയിൽപ്പീല് ചൂടിയ തക്കുട്ടിയാണ്. നമ്മള് പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. പാലസിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പോകണം. ഇനിയിപ്പോൾ നമ്മൾ പോണത് ഗസ്റ്റ് ഹാളിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. 1915-16 കാലഘട്ടത്തിൽ പണിത ഒരു ഗസ്റ്റ് ഹാളാണ്. നമ്മൾ നേരെ ഈ ഗസ്റ്റ് റൂമിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകണം കേട്ടോ. പുറത്ത് അവർ വലിയ മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ സീലിങ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വരണമെങ്കിൽ നമുക്ക് വുമൻസ് ഗേൾസ് ക്ലോത്ത് കണ്ട. വുമൻസിൻ്റെയും ഗേൾസിൻ്റെയും ക്ലോത്താണ് ഈ കാണുന്നത്. രാജാക്കന്മാരെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഇതാണെങ്കിൽ നമുക്ക് മെൻസ് റോബ്, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡ്രസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ ഇവിടെ, ഈ കണ്ട. പക്ഷെ ഇവിടെ അധികം പീലികളുള്ള മയിലില്ല കാര്യമായിട്ട്. ഒരുവിധം വീടുകളിലൊക്കെ ഇവിടെ ആപ്പിൾ ഉണ്ട് കേട്ടോ. ആപ്പിൾ മരങ്ങളുണ്ട്. അതിലിങ്ങനെ മൊത്തം ആപ്പിൾ ഇങ്ങനെ ഇവിടെ ആപ്പിൾ വീണ് പോണ ആർക്കും വേണ്ട. എവിടെ പോയി കഴിഞ്ഞാലും മുന്തിരി ആപ്പിള് എല്ലാ വീടുകളിലും ഉണ്ട്. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം ഉണ്ടല്ലോ. ഇവരിങ്ങനെ ഈ ഒരു ഇതേപോലത്തെ ടേബിൾ ഉണ്ട് കേട്ടോ. ടേബിൾ വീണ്ടും കുട്ടിക്കിട്ടൊരു
പോളിഷ് ചെയ്യുന്നതാണ്. പാലസിന്റെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആർക്ക് ഓഫ് ബുക്കാറ എന്ന് പറയുന്ന മറ്റൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അടുത്തൊരു പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ആർക്ക് ഓഫ് ബുക്കാറ എന്ന് പറയുന്ന വലിയൊരു കോട്ട സമുച്ചയത്തിന്റെ അവിടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ദൂരെ നോക്കുമ്പോഴാണ് ഇതിന്റെ അതിന്റെ ഒരു ഭീമാകരമായ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഈ ഒരു റോഡ് നമ്മൾ മുറിച്ച് കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു എൻട്രൻസ് വരുന്നത്. ഇവിടെ ഒരു ആംബുലൻസും ഉണ്ട് കേട്ടോ. ആംബുലൻസും ഉണ്ട്. റോഡ് മുറിച്ച് കിടക്കാൻ പ്രശ്നമൊന്നുമില്ല. 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു വലിയൊരു കോട്ടയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ അത്രമാത്രം പുരാതനമായ ഒരു കോട്ടയാണ് ഈ കാണുന്നത്. ഈ കോട്ടയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് നേരെ പോയി ഇനി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് രാത്രിക്ക് പോവാം. ആർക്ക് ഓഫ് ബുക്കാറ. ഈ നഗരത്തിനുള്ളിലെ നഗരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുക്കാറൻ ചരിത്രത്തെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നാണ്. ഏകദേശം 4 ഹെക്ടർ വിസ്തീർണത്തിൽ ഒരു പെട്ടകത്തിന്റെ ആകൃതിയിലാണ് ഈ ഭീമാകാരമായ കോട്ട രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 20 മീറ്ററോളം ഉയരത്തിലുള്ള കനത്ത പ്രതിരോധ മതിലുകളും 2 വലിയ നിരീക്ഷണ ഗോപുരങ്ങളോട് കൂടിയ പ്രവേശന കവാടവും ഈ കോട്ടയുടെ പ്രധാന ആകർഷണമാണ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ വലിയൊരു കോട്ടയാണ്. ഈ കോട്ടയുടെ മേലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടുത്തെ മെയിനൊരു അട്രാക്ഷനാണ് കേട്ടോ. ഈ 5-ാം നൂറ്റാണ്ടിലൊക്കെ പണിതെന്ന് പറയുന്നത് മാത്രം പുരാതനമായ ഒരു സംഭവമാണത്. നമ്മളിങ്ങനെ ഒരു കോറിഡോറിൽ കൂടെ ഇങ്ങനെ പോകണം കേട്ടോ. ഉള്ളിൽ വരുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന പോലെ ഇല്ല കേട്ടോ. പുറത്ത് ഭയങ്കര ഒരു സെറ്റപ്പ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ബിൽഡിങ്ങുകളാണ് അതിൻ്റെ ഉള്ളിൽ കാണുക കേട്ടോ. 1920-ൽ റെഡ് ആർമിയുടെ അധിനിവേശം വരെ വിവിധ ജനവിഭാഗങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. 3000-ലധികം ആളുകൾ ഈ കോട്ടയ്ക്കുള്ളിൽ താമസിച്ചിരുന്നു. രാജകൊട്ടാരങ്ങൾ, സർക്കാർ ഓഫീസുകൾ, തൊഴുത്തുകൾ, ലൈബ്രറികൾ എന്നിവയോടൊപ്പം ബുക്കാറയുടെ ഈ പെട്ടകം യഥാർത്ഥത്തിൽ ഒരു നഗരത്തിനുള്ളിലെ ഒരു നഗരമായിരുന്നു. സമാനിദ് രാജവംശത്തിന്റെ ഭരണകാലം മുതൽ മംഗോളിയൻ ആക്രമണങ്ങൾ വരെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് ഈ കോട്ട സാക്ഷിയായിരുന്നു. 1920-ൽ റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിനിടെ റെഡ് ആർമി നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഈ കോട്ട ഭാഗികമായി നശിച്ചു. റെഡ് ആർമി ഏറ്റെടുത്തതിന് ശേഷം പെട്ടകം അതിന്റെ യഥാർത്ഥ പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാപിക്കപ്പെട്ടില്ല. ഈ കാണുന്നത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു മസ്ജിദായിരുന്നു കേട്ടോ. അത് ആ യുദ്ധത്തിൽ നശിച്ചു പോയതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഫോട്ടോ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് വെച്ചിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ വരികയാണെങ്കിൽ നമുക്ക് ആ ഐ കല്യാണിൻ്റെയും അതേപോലെ ബുക്കാറ സിറ്റിയുടെ ഒക്കെ ഒരു നല്ലൊരു വ്യൂ കിട്ടാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ആ ഒരു ലൊക്കേഷനിൽ വന്ന് നമുക്ക് ഐ കല്യാൺ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ് ഈ ഒരു ലൊക്കേഷൻ. രാജഭരണകാലത്ത് സഭ കൂടിയിരുന്ന ആ ഒരു കോമ്പൗണ്ടാണ് ഇത്. ഈ കാണുന്ന ഒരു സീറ്റാണ് നടുക്ക് ഇങ്ങനെ രാജാവ് ഇരിക്കും, ചുറ്റിലിങ്ങനെ പ്രജകളൊക്കെ വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു
ഏരിയയിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റിലിരുന്ന് ഈ ഒരു വാളൊക്കെ പിടിച്ച് നമുക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതിന് 50,000 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഡ്രസ്സൊക്കെ അവർ തന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് സുഖമായിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇന്നും ബുഖാറയിലെ ഈ ആർക്ക് കോട്ട ഒരു ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു. ബുഖാറ നഗരത്തിൻ്റെ പഴയ മഹത്വത്തിൻ്റെ ദൃശ്യമാകുന്ന തെളിവുകളായി നിലകൊള്ളുകയും ചെയ്യുന്നു. മുൻകാലങ്ങളിലുണ്ടായ യുദ്ധങ്ങളിൽ നശിച്ചു പോകാതെ നിൽക്കുന്ന പല കെട്ടിട ഭാഗങ്ങളും ഇപ്പോൾ ബുഖാറയുടെ ചരിത്രം വിളിച്ചോതുന്ന മ്യൂസിയങ്ങളായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ബുഖാറയിലെ ചരിത്രപ്രധാനമായ ഒരു പള്ളിയും സമുച്ചയവുമാണ് ബോളോ ഹൗസ്. ഷെയ്ബാനിഡ് രാജവംശത്തിന്റെ ഭരണകാലത്ത് 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നിർമ്മിച്ചതാണ് ഈ കാണുന്ന ബോളോ ഹൗസ്. മനോഹരമായ ശില്പകലയ്ക്ക് പ്രശസ്തമായ ഈ പള്ളി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതസ്ഥലങ്ങളിൽ ഒന്നാണ്. പേർഷ്യൻ ഭാഷയിൽ കുളത്തിനരികെ എന്നർത്ഥം വരുന്ന ലാബി ഹൗസ് ബുഖാറയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ വാസ്തുവിദ്യാ സംഘമാണ്. നഗരത്തിൽ അവശേഷിക്കുന്ന ചുരുക്കം ചില പരമ്പരാഗത കുളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു സമുച്ചയം 16-17 നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്നതുമാണ്. ഏകദേശം 46 മീറ്റർ നീളമുള്ള സെൻട്രൽ പൂളും വെള്ളത്തിലേക്ക് നയിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽപ്പടവുകളും മരങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായി ഇത് ഒരു ജലസ്രോതസ്സായും പ്രാദേശികവാസികളുടെ ഒത്തുചേരൽ സ്ഥലമായും ഉപയോഗിക്കുന്നു. ബുഖാറയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്കും വാസ്തുവിദ്യാ വൈഭവത്തിലേക്കും സന്ദർശകർക്ക് ഒരു നേർക്കാഴ്ച പ്രദാനം ചെയ്യുന്ന ലാബി ഹൗസ് ഇന്ന് ഊർജ്ജസ്വലമായ ഒരു സാംസ്കാരിക കേന്ദ്രമായി തുടരുന്നു. ഈ പ്രദേശം അതിൻ്റെ സജീവമായ അന്തരീക്ഷത്തിന് പേരുകേട്ടതാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകളും കഫേകളും കുളത്തിനരികിലുണ്ട്. പരമ്പരാഗതമായ ഉസ്ബെക്ക് പാചക രീതികൾ രുചിച്ചു നോക്കാനും വിശ്രമിക്കാനും ആസ്വദിക്കാനും അനുയോജ്യമാണ് ഈ ഒരു പ്രദേശം. ബുഖാറയിൽ വന്നിട്ട് നമ്മുടെ ഡിന്നർ നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത് ഷാലറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്കിങ്ങനെ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അത്രമാത്രം നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അതേപോലെ തന്നെയായിരുന്നു അവിടുത്തെ ആ ഒരു ഫുഡ് ഐറ്റംസുകളായാലും. നമ്മൾ പിസ്സയും ഐസ്ക്രീമുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു. ആ ഒരു ആംബിയൻസ് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ബുഖാറയിലെ ഈ ഷാലറ്റ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ്. പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. Namaste. India Bukhara, I love you. We love Bukhara. I love you, India. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും.